ഹായ് ഓൾ, നമുക്കിന്ന് വെറൈറ്റി സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാവേ. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്തോട്ട് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ഇട്ടൊന്ന് വറുത്തെടുക്കാവേ. കാഷ്യൂനട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ മാറ്റാം. മുന്തിരി ഒരു ഇങ്ങനെ വീർത്ത് വരുമ്പോഴത്തേനും അതും മാറ്റാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 1 കപ്പ് സേമിയയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് സേമിയ വറുത്ത സേമിയ ആണെങ്കിലും ആ സേമിയ ഒന്നും കൂടി നല്ലപോലെ വറക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുന്തിരി കോരിയിട്ട് ഈ ബാക്കി വരുന്ന നെയ്യില്ല, അതിലോട്ട് ഈ സേമിയ ഇട്ട് വറുത്താൽ മതി. സേമിയ ഒരു 5 മിനിറ്റ് 3 തൊട്ട് ഒരു 5 മിനിറ്റ് വരെ വറുത്താൽ മതി കേട്ടോ. കളർ ഇങ്ങനെ മാറി വരും, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അതും കോരി മാറ്റാം കേട്ടോ. ഒരു വെറൈറ്റി റെസിപ്പി ചെയ്യുന്നതുകൊണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര, ഇതാട്ടോ ഇതിലെ സ്പെഷ്യാലിറ്റി. ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഉരുകി വരുമ്പോഴത്തേനും ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ പഞ്ചസാര ഇങ്ങനെ ഉരുകി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. ഇനി പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചിങ്ങനെ ഇളക്കി കൊടുക്കണേ. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച ക്ലിപ്പ് മിസ്സായി, അതിങ്ങനെ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇതൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിങ്ങനെ ലൂസാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് സേമിയ വേവിക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിനി സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ വേവാൻ ഇത്രയും പാല് പോരായിരിക്കും. അപ്പോൾ ഇതേപോലെ സേമിയ വേവുന്ന വരെ പകുതി പാല് പകുതി വെള്ളം ഒഴിച്ച് സേമിയ ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് സേമിയ വേവിച്ചെടുക്കാവേ. ഇതുപോലെ സേമിയ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് മൂടി വെക്കണം എന്നില്ല, മൂടി വെക്കാതെ വേവിച്ചാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെ പാട കെട്ടു കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. സേമിയ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമില്ലാതെ കറക്റ്റ് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് പാലിൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് പറയാവേ, കുറേയും കൂടെ പാൽ ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് കറക്റ്റ് അളവ് പറയാം കേട്ടോ. ഇതിപ്പോൾ അടുത്ത കപ്പ് ഒഴിച്ചു. ഇപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുന്നേ വേവിക്കാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും, അത് മതിയായില്ല, കുറേയും കൂടെ ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ നേരത്തെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത്, പഞ്ചസാര നമ്മൾ ഓൾറെഡി ഇട്ടു, ഇതിപ്പോൾ ഏലക്ക പൊടിച്ച പഞ്ചസാരയും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടെ നമുക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് മൊത്തം. അപ്പോൾ മൊത്തം 3 കപ്പ് പാല് സേമിയ വെന്തതിന് ശേഷം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനു മുന്നേ സേമിയ വേവിക്കാൻ എനിക്കൊന്ന് മൊത്തം ഞാൻ 2 കപ്പ് പാല് 2 കപ്പ് വെള്ളം എടുത്തെന്ന് തോന്നുന്നു. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഒരു നുള്ളുപ്പ്, ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ നിന്നൊരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഉപ്പ് കൂടിയാലും കൊള്ളത്തില്ല കേട്ടോ, അപ്പോൾ ഒരു പിഞ്ച് ഉപ്പേ ഇടാവുള്ളൂ. അപ്പോൾ മധുരം ഒന്ന് ബാലൻസായി കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ മുന്തിരി ഇട്ട് തിളച്ച് കഴിയുമ്പം സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.